ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ടേണിംഗ് പോയിന്റ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. അവരെ പറ്റിയുള്ള എല്ലാ സംസാരങ്ങളും ഇവിടെ ഈ ടേണിംഗ് പോയിന്റിലുണ്ട്. അത് നമ്മെ സഹായിക്കാനത്തേക്ക് 3 പേരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ ടീന, ദേവഗിരി ഇടവകാംഗമാണ്, കോഴിക്കോട്. നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഭർത്താവ്, 6 മക്കൾ. വെൽക്കം. എൻ്റെ പേര് ആൻ്റണി സച്ചിൻ എന്നാണ്. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു. വീട്ടിൽ വൈഫ്, 3 കുട്ടികളുണ്ട്. ഞാനൊരു അപ്പോളജറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ളൊരു മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാത്തലിക് വൈബ്സ് എന്നൊരു യൂട്യൂബ് ചാനലും റൺ ചെയ്യുന്നുണ്ട്. കാത്തലിക് വൈബ്സ്. വെൽക്കം പ്ലീസ്. എൻ്റെ പേര് ഡോക്ടർ ഫെലിക്സ് ജെയിംസ്. ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്. പാലാരൂപതയിലെ മണ്ണാർപ്പാറ ഇടവാംഗമാണ്. KCBC പ്രളയ സമിതിയുടെ പാലാരൂപതയുടെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന KCBC പ്രളയ സമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ്. മോസ്റ്റ് വെൽക്കം. 3 പേർക്കും പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് മൈഗ്രേഷൻ പറ്റിയായിരുന്നു. മൈഗ്രേഷൻ്റെ ഒരു കാരണങ്ങൾ, കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയും അധികം യുവജനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഒഴുക്കോടെ വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. നമ്മൾ ഫാമിലിയിൽ എത്തി നിർത്തിയത്. ഇപ്പോൾ എന്താണ് നമ്മുടെ യുവജനങ്ങൾ അതിനെപ്പറ്റി പറയുന്നത് നമുക്ക് കേട്ടുകൊണ്ട് നമുക്കൊന്ന് ആരംഭിക്കാം. പ്ലീസ്. പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുക, ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫ് പോലെയാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 18 ഇയേഴ്സ് കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക, ഡിപ്പെൻഡൻ്റ് ആണ് ഇവിടെ കൂടുതലും. പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നു, സ്വന്തമായിട്ട് അവർ പൈസ സമ്പാദിച്ച് അവർ സൈഡായിട്ട് പഠിക്കുന്നു. അപ്പോൾ ഒരു നമുക്ക് എന്താവണം, എങ്ങനെ ആയിത്തീരണം ഒരു ധാരണ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കോളേജിൽ പോവുക, വരിക, പഠിക്കുക, ഇതന്നെ. അവിടെ അല്ലാതെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് സർ. അപ്പം നമ്മൾ കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ടിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടും രാജ്യവും വീട്ടുകാരെല്ലാം വിട്ട് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും രാജ്യം വിട്ടു പോകുന്നത് അവർക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നല്ലൊരു ജീവിതം ഉണ്ടാക്കാനോ നല്ലൊരു ഭാവി ഉണ്ടാക്കാനോ സാധിക്കുമെന്ന് തോന്നാത്തത് കൊണ്ടാണ്. അപ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല. അതോടൊപ്പം ഒത്തിരി പേര് ഡിഗ്രിയുള്ള ആൾക്കാരെ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശമ്പളം കൊടുത്താൽ മതി എന്നുള്ളൊരു നയവും കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ബിരുദധാരികളായ കുട്ടികളെല്ലാം 10,000 രൂപക്കും അതിൽ താഴെയും പണിയെടുക്കുന്നത്. ഇവിടെ അതിനുള്ള ബെറ്റർ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറവാണ് ഫോറിൻ കൺട്രീസിനെ അപേക്ഷിച്ച്. എനിക്കായാലും ഈവൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഈ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ചൂസ് ചെയ്യുക ഫോറിൻ കൺട്രീസിൽ വർക്ക് ചെയ്യണമെന്നാണ്. യുവാക്കൾക്ക് വേണ്ട രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഇവിടെ ലഭിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനനുസരിച്ചുള്ള വേതനങ്ങൾ അവർക്ക് ഇവിടെ കുറവാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറയുമ്പോഴും നമുക്ക് വേണ്ട നമ്മുടെ കാർഷിക മേഖല തകർന്ന് നമ്മളിപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെയുള്ള സംരംഭകർ ഇവിടെ വേണ്ട രീതിയിലുള്ള യുവാക്കൾക്ക് വേതനം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലേക്ക് ജോലി ലഭിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടെ വിദ്യാർത്ഥികൾ PSC എഴുതുകയും PSC ടെസ്റ്റ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് റാങ്ക് ഉള്ളവർക്കാണോ ജോലി ലഭിക്കുന്നത് എന്നത് കൂടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ കൂടുതൽ പുറത്ത് പോവുക, എൻജോയ് ചെയ്യുക എന്നുള്ള മെൻറ്റാലിറ്റിയാണ് അധികം ഉള്ളത്. അതല്ല അവിടെ സ്കോപ്പ് കൂടുതലാണെന്നുള്ള ഇതാണ് കുട്ടിക്ക്. പിന്നെ അതുകൊണ്ടായിരിക്കാം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പൊതുവേ ഏത് നോക്കുകയാണെങ്കിലും, ഏത് ഡിപ്ലോമ, ഏത് കോഴ്സാണെങ്കിലും, ഞാനിപ്പോൾ ടീച്ചറാണ്, ഏത് കോഴ്സാണെങ്കിലും നോക്കുമ്പോൾ കുട്ടികൾ കുറവാണ് എടുക്കുന്നത്. അതായത് ഇവിടെ നാട്ടിൽ പഠിക്കുകയല്ല, എല്ലാവരും പുറത്ത് പോകാന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ യുവജനങ്ങൾ പറഞ്ഞതെല്ലാം, പ്രത്യേകിച്ച് 1-2 പേരൊക്കെ പറഞ്ഞില്ല, ഞങ്ങളെല്ലാവരും പഠിച്ചിട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പെൺകുട്ടികൾ പറഞ്ഞു അവരുടെ ലൈഫ് ഇവിടെ ഒട്ടും സെക്യൂറായി തോന്നുന്നില്ല, അവർ പഠിച്ചതിൻ്റെ മെച്ചപ്പെട്ട ജോലികൾ ലഭിക്കുന്നില്ല, അവർ ആശങ്കയുള്ളവരാണ്, അവർ അസ്വസ്ഥരാണ്, അവർക്ക് രക്ഷപ്പെടണം. ഇതെല്ലാം മുമ്പിൽ റീസണായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്ത് വന്നത്. നമ്മളിവിടുന്ന് നെക്സ്റ്റ് ലെവൽ നമ്മൾ ശ്രമിക്കുകയാണ്. ഇങ്ങനെ പോകണം എന്നുള്ളതൊരു നീഡായിരിക്കും സമയം. കാരണം പലായനങ്ങൾ എപ്പോഴും സംഭവിക്കപ്പെട്ടത് ഓരോ പ്രശ്നങ്ങളുണ്ടായപ്പോഴാണ്. എല്ലാ പലായനങ്ങളും സംഭവിക്കപ്പെട്ട ഓരോ പ്രശ്നങ്ങളുണ്ടായപ്പോഴത്തേക്കാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ പലായനം ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് സാഹചര്യങ്ങൾ വീട്ടുകാർ ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മുടെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ കേപ്പബിൾ ആണോ ഒരു യാത്ര ചെയ്യാൻ? ഈ 15 വർഷം കൊണ്ട് നമ്മളൊരു കാത്തലിക് കോണ്ടെക്സ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ 15 വർഷത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് 15-17 വയസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ
ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി ഒരു കേപ്പബിൾ ആണോ, ഒരു പരിചയമില്ലാത്ത ഒരു പുതിയ കൾച്ചറിലേക്ക് പോയി പെടാനായിട്ട്. ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു റിയലിസ്റ്റിക് കമൻറ്റ്, ഒരു ടെസ്റ്റിമോണി പറഞ്ഞു തുടങ്ങാം. ഞാൻ അടുത്തിടെ വിദേശത്തുള്ള ഒരു ബിഷപ്പ് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ആരംഭിക്കാം. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഇവിടുന്ന് കുഞ്ഞുങ്ങളുടെ അവസ്ഥ വിദേശങ്ങളിലേക്ക് വരുമ്പോൾ, അദ്ദേഹം ഒരു വിദേശത്തെ ഒരു രാജ്യത്തെ ബിഷപ്പാണ്, അങ്ങോട്ട് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഫ്ലോ ഉള്ള സമയം കൂടിയാണ്. പറയുകയാണ്, എനിക്ക് പബ്ലിക്കായിട്ട് പറയാനായിട്ട് പേടിയാണ്. അവരുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്, അവരുടെ ചങ്ക് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടുന്ന് പിള്ളേർ കയറി വരുന്നു, വലിയ പ്രതീക്ഷയോടെ കയറി വരുന്നു, യൂണിവേഴ്സിറ്റിയുള്ളവർ വെൽക്കം ചെയ്യുന്നു, പക്ഷേ വേണ്ട സൗകര്യങ്ങൾ പ്രോപ്പറായിട്ട് ഒരുക്കപ്പെടുന്നില്ല. അവിടെ വരുന്ന കുട്ടികൾ ചെറിയ ജോലിയൊക്കെ ചെയ്തു, നല്ല യൂണിവേഴ്സിറ്റി കിട്ടാതെ വരുന്നു, ചെറിയ ജോലി ചെയ്ത് ചെറിയ ഷെൽട്ടർ ഹോമുകളിലൊക്കെ താമസിക്കുന്നു. അവിടെ താമസിക്കി പഠിക്കുമ്പോൾ തന്നെ ആണും പെണ്ണും എല്ലാം ഒരുമിച്ച് താമസിക്കുന്നു, ഒത്തിരി മോറൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഈ 17 വയസ്സും 18 വയസ്സിലും ആണും പെണ്ണും ഒരുമിച്ച് താമസിക്കും, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകപ്പെടുന്നു. പിന്നെ ഇതാ പറഞ്ഞ അടുത്ത ഭാഗം കിടപ്പോൾ വിഷമം തോന്നി. ഞായറാഴ്ചയൊക്കെ കുട്ടികൾ നമുക്ക് പള്ളിയിലെ കോമൺ ഫംഗ്ഷനേഷൻ നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്യും, പിള്ളേർ വന്ന് കഴിക്കുന്ന കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ഇത് ആരെയും ഷെയിംഫുൾ ആക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന എല്ലാവരും ഇങ്ങനെ, ഇത് റിയാലിറ്റി, ഒരു റിയൽ കമൻ്റാണ്, ഒരു ഷെപ്പേർഡ് പറഞ്ഞ റിയൽ കമൻ്റാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് പോകാനും ആ പോകുന്നതിൻ്റെ വേയും ഇതെല്ലാം അത് പ്രിപ്പയർഡ്. നമുക്ക് അവിടെ നിന്ന് സംസാരിച്ച് തുടങ്ങാൻ വിചാരിക്കുന്നു, ഇപ്പോൾ സച്ചിനെ തുടങ്ങാൻ വിചാരിക്കുന്നു. ചേട്ടൻ അത് പ്രിപ്പയർഡ് ഇനഫ് ടു ഗോ. ഒരു രീതിയിൽ പറഞ്ഞാൽ കുട്ടികളെ വളരെ പാമ്പർ ചെയ്തിട്ട് നമ്മൾ വളർത്തുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ 18 വയസ്സായാലും അത്യാവശ്യം പാട്ട് പാടി വളർത്തുന്ന പോലെയുള്ളൊരു രീതിയുണ്ട് നമുക്ക് വളർത്തുന്ന രീതി. അത് ഒരുപക്ഷെ നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകതയൊക്കെ ആയിരിക്കാം. അത് കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത അങ്ങനെയായിരിക്കും നമ്മൾ കൂടുതൽ പ്രകടിപ്പിക്കുന്നത്. അതിൽ നിന്നും കൂടി നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ ഇതുണ്ട്, പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ നിങ്ങൾ നോക്കണം എന്നുള്ള സാധനം കൂടി അതിനോട് കണക്റ്റഡ് ആയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ ഒത്തിരി മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുറെ കൂടി പിള്ളേർ പുറത്തേക്ക് പോകാനായിട്ടാണെങ്കിൽ പോലും അവരെ അതിനെ എക്യുപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾക്ക് വീട്ടിൽ നിന്നൊരു ഫോർമേഷൻ കൊടുക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം അതാണ് ഞാൻ ചിന്തിക്കുന്നത്. വീട്ടിൽ എത്രത്തോളം അവരെ ആത്മവിശ്വാസത്തോടുകൂടെ വളർത്തിയെടുക്കുന്നു. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതലേ വീട്ടിലെ പണികൾ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അടിക്കാനും തുടക്കാനും കക്കൂസ് കഴുകാനും അതായത് നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കാനും അവൻ്റെ ഡ്രസ്സുകൾ കഴുകാനും അയൺ ചെയ്യാനും എത്രത്തോളം നമ്മൾ എക്യുപ്പ് ചെയ്യുന്നു. സ്കൂളിൽ പോയിട്ട് ചോദ്യമുണ്ട്, ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചാണ്, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് സ്വന്തമായിട്ട് കഴുകുന്നുണ്ട്, മമ്മിയെ കൊണ്ട് കഴിയിപ്പിക്കാതെ? മജോറിറ്റി തലവഞ്ചിരിക്കുക. അതുപോലും ചെയ്യാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മജോറിറ്റി പ്രിപ്പയർഡ് അല്ല. അതിപ്പോൾ ഈവൻ വാഷിംഗ് മെഷീൻ പോലും അവൈലബിൾ ആയ കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അതെ, അപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികൾ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബെഡ് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ, അവരുടെ മുറിയെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ പരിശീലിപ്പിച്ചില്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടുന്ന മാതാപിതാക്കളായിട്ട് നമ്മൾ കാണേണ്ടി വരും. അപ്പം ഞാൻ പറയുന്നത്, അടിസ്ഥാനപരമായി ഒരു കുട്ടി അവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് വളർത്തിയെടുക്കൽ മാതാപിതാക്കൾ, അത് പുറത്തുനിന്ന് ആർക്കും പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസപരമായിട്ടുള്ള നമ്മൾ അവരെ എത്രത്തോളം അവരുടെ വിശ്വാസ ബോധ്യങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും കുട്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പാരിഷിലുണ്ട്, ഒരു ഇടവയിൽ ആ കുട്ടിയുണ്ട്, കാറ്റീസം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് സത്യത്തിൽ ഈശോ നിനക്ക് ആരാണെന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ബബ്ബ അടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അതായത് 15 വയസ്സ് വരെയെങ്കിലും ഈ കുട്ടിയെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, വിശ്വാസം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു കൗണ്ടർ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം നമ്മുടെ ചോദിച്ച ഏറ്റവും കൂടുതൽ സഭ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇവിടെ യുവജനങ്ങളൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നു, അവർ എന്താ പറയുക, അവർ വിദേശങ്ങളിലേക്ക് പോകുന്നു, അവർ മൊറാലിറ്റി നഷ്ടപ്പെടുന്നു, നമുക്ക് ഒരു ധാർമ്മിക ബോധമില്ലാത്ത ആത്മീയ ബോധമില്ലാത്ത സഭ വേണ്ടാത്ത യുവതലമുറ. പക്ഷേ ഈ പോയിന്റ് വാലിഡാണ്. ഈ കുട്ടികൾ 15-17 വർഷം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റി? അപ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ സിസ്റ്റം അതിന് കേപ്പബിൾ ആണോ? നമുക്ക് സൺഡേ സ്കൂൾ സിസ്റ്റം മാത്രമല്ല, നമുക്ക് ഒത്തിരി സംഘടനകളുണ്ട്, കാത്തലിക് സ്കൂൾസ് ഉണ്ട്, നമ്മുടെ പോഷക സംഘടനകൾ, സഭയുടെ തന്നെ അൾത്താര സംഘം അല്ലെങ്കിൽ KCYM, SMYM സംഘടനകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്കുണ്ടായിട്ടും 15-17 വയസ്സിൽ പുറത്തോട്ടേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് അവിടെ ചെന്നിട്ട് പള്ളി വരുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ചെന്നിട്ട് നമ്മളുടെ പള്ളികളിലേക്ക് കുട്ടികൾ വരുന്നില്ല, അവർ വിശ്വാസം ഉപേക്ഷിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരമായ കരച്ചിലുകൾ. പക്ഷേ ഇത് ചോദ്യം വാലിഡാണ്. അതെ, അപ്പോൾ ഒരു കാലഘട്ടം നമുക്ക് ഒരു വിദേശ മിഷണറിമാർ നമ്മുടെ നൂറ്റാണ്ടുകൾ മുമ്പ് അറിയാലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു
യൂറോപ്പിൽ നിന്നാണ് അവർ ഇവിടെ വന്ന് ഇങ്ങോട്ട് അതും വളരെ യങ് ഏജുകളിലൊക്കെ വളരെ യങ് ഏജിൽ വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ആഫ്രിക്കയിൽ പോകുന്ന പോലത്തേക്ക് ഉള്ള ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള രീതിയിലായിരിക്കും അവർ ബുദ്ധിമുട്ടുള്ള രീതിയിൽ അവർ വന്ന് നാട്ടിന് വേണ്ടി സേവനം ചെയ്തു, ഇവിടെ വിശ്വാസം പകർന്നു, അവരുടെ ജീവിതം തന്നെ ഇവിടെ ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് അവർക്ക് ആ നാടുകളിൽ അവർ വന്ന നാടുകളിൽ നിന്ന് വിശ്വാസം ക്ഷയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അവരിലൂടെയൊക്കെ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ള ആതുര സേവനത്തിൻ്റെതായിട്ടുള്ള എല്ലാ നന്മകളും ആ വിദേശ മിഷണറിമാരിലൂടെ നമ്മൾ അനുഭവിച്ചു. അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമായിട്ടും കൂടി ഇതിനെ കണ്ടു കഴിഞ്ഞാൽ. അതായത് സച്ചിൻ പറഞ്ഞ പോയിന്റിൽ നമുക്ക് ഇവരിലേക്ക് വരാം. അതായത് ഇന്ന് ഈ ഒരു 17 വയസ്സുള്ള ഒരു 100 200 1000 കാത്തലിക് യുവജനങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ദേ ആർ സപ്പോസ് ടു ബി മിഷണറീസ്. ഇവിടെ 17 വർഷം 15 വർഷം സൺഡേ സ്കൂൾ സിസ്റ്റം കിട്ടിയിട്ട് ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ശരിക്കും അവർ ആ രാജ്യത്ത് പോയിട്ട് റീ ഇവാഞ്ചലൈസേഷൻ, പഴയ നമ്മുടെ മരിച്ചുപോയ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞ ന്യൂ ഇവാഞ്ചലൈസേഷൻ, അതിന് ശരിക്കും മിഷണറിമാരായിട്ട് പോകണം. കാരണം അവർക്ക് ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ലോകത്ത് എങ്ങും ഇതുപോലെ സൺഡേ സ്കൂൾ സിസ്റ്റമുള്ള ലോകമില്ല കേരളത്തിലല്ലാതെ. അപ്പോഴാണ് ഇത്രയും കിട്ടിപ്പോയിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പോയി അവരെ കൂടി ചീത്തയാക്കുന്നു എന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പേരൻസുകളിലേക്ക് പോകാം. നമ്മുടെ പിള്ളേർ പ്രിപ്പയർഡ് ആണോ? മെൻ്റലി, സ്പിരിച്വലി, ഫിസിക്കലി പ്രിപ്പയർഡ് ആണോ? അവർ വേണ്ടത്ര വെൽ എക്യുപ്ഡ് ആൻഡ് പ്രിപ്പയർഡ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ സൺഡേ സ്കൂൾ സിസ്റ്റത്തിലാണെങ്കിലും ഇപ്പം നമ്മൾ പേരൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലാണെങ്കിലും നമ്മൾ ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ട് മക്കളെ വളർത്തിയാലാണ്. ഇപ്പോൾ സൺഡേ സ്കൂളിലാണെങ്കിലും ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ട് ക്രിസ്തുവിനെ കൊടുത്ത് അവരെ പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കിയാലാണ് അവർ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാത്തവരായിട്ട് മാറുകയുള്ളൂ. മാത്രമല്ല നമ്മളുടെ സംഘടനകൾ പലതും ഫെലോഷിപ്പ് മാത്രമായിട്ട് ചുരുങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കൂടെ തന്നെയും അവർക്ക് കിട്ടേണ്ടത് ക്രിസ്തുവിനെയാണ്. അങ്ങനെ ക്രിസ്തുവിനെ കുഞ്ഞുനാൾ മുതലേ ഈശോയെ ഉള്ളിൽ കിട്ടിയ വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി അവൻ പുറത്തു പോയി കഴിഞ്ഞാലും ക്രിസ്തുവിനെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കും, ക്രിസ്തുവിനെ കൊടുക്കുകയും ആ ഒരു ഇവാഞ്ചലൈസേഷനിലേക്ക് അവർ എത്തുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മളുടെ ഒരു കോമൺ ആയ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 17 വയസ്സ് വരെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈശോ ആരാണ്, ഈശോ സ്നേഹം, ദൈവാനുഭവം, ഗോഡ് എക്സ്പീരിയൻസ് കിട്ടാതെ പോകുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഡിസാസ്റ്റർസ് ആയ ദുരന്ത അനുഭവം തന്നെ പറയേണ്ടി വരും. ഇത്രയും വർഷം നമുക്ക് കിട്ടിയിട്ടും കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് നമുക്ക് തന്നെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ഇടവകയ്ക്കും എല്ലാം ഒരു ആത്മപരിശോധനയ്ക്കും വിമർശനത്തിനും വിഷയമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ടീച്ചർ പറഞ്ഞത്. നമുക്കിനി സാറിലേക്ക് ഒന്ന് പോവാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പൊതുവായ ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് സൺഡേ സ്കൂളിൽ കൊടുക്കാൻ സാധിക്കുക. അതിൻ്റെ ഫൈൻ പ്രൂണിങ് ലഭിക്കേണ്ടത് അവരുടെ കുടുംബങ്ങളിൽ തന്നെയാണ്. ഞാൻ ഇതിനു മുൻപ് 12ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അവരുടെ റോൾ മോഡൽസായിട്ട് അവർ കാണുന്നത് സ്വന്തം മാതാപിതാക്കളെയാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ കത്തോലിക്ക വിശ്വാസം എത്ര അർത്ഥവത്തായ രീതിയിൽ നമുക്കത് ജീവിച്ച് മാതൃകയാകാൻ സാധിക്കുന്നോ അതനുസരിച്ച് മാത്രമേ മക്കളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെ മൂത്ത മകന് ഇപ്പോൾ കൽക്കട്ടയിൽ ഉപരിപഠനത്തിനായിട്ട് അവൻ അവിടെ പോവുകയുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞ കാര്യമാണ്, അവൻ പോകുന്ന കോളേജിൻ്റെ തൊട്ടടുത്ത് പള്ളിയുണ്ടോ എന്നൊരൊറ്റ കാര്യം മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റവും അടുത്ത പള്ളി എന്ന് പറയുക 3.5 കിലോമീറ്റർ അപ്പുറയാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ ദിവസവും പോയി വരുന്ന പ്രായോഗികമല്ല. ഒരു ഞായറാഴ്ച പോലും പോകണമെങ്കിൽ പല ബസ്സുകൾ മാറിക്കയറി പോകണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവനൊരു പള്ളിയിൽ പോകാൻ വേണ്ടി മാത്രം ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ആദ്യം ഒരു 15 മിനിറ്റ് കൊണ്ട് അവൻ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഒരു 3-4 മിനിറ്റ് കൊണ്ട് കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളത് ഒബ്ജക്റ്റീവായിട്ട് കൃത്യമായ പരിഹാരങ്ങൾ നമ്മൾ ഓരോ സാഹചര്യത്തിലും അവൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അവളുടെ വിശ്വാസം ഇവിടുന്ന് പുറത്ത് പോവുകയാണെങ്കിലും അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുക അവർക്ക് ഇത്രയും നാൾ പകർന്നു കിട്ടിയ കത്തോലിക്ക വിശ്വാസമാണ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തവർ നേടിയാലും അതൊരു കാരണവശാലും നമുക്കൊരു നേട്ടമായിട്ട് കരുതാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് നഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മാതൃക അനുസരിച്ച് അനേകർ കത്തോലിക്ക വിശ്വാസത്തിലൂടെ യേശുവെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ തുടങ്ങി വെച്ചതും. ഓരോ കുട്ടിയും ഒരു മിഷണറി ആയിട്ടാണ് അവൻ ഹയർ സ്റ്റഡീസിന് ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും എത്തിപ്പെടേണ്ടത്. കാരണം നമുക്ക് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ കത്തോലിക്ക തോമാസ് ലീഗ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് കത്തോലിക്ക സഭ വന്നത്. പിന്നീട് സെക്കൻഡ് വേവിൽ ഫ്രാൻസിസ് സേവർ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് വീണ്ടും ഇവിടെ സ്ട്രെങ്തനിങ് സംഭവിച്ചത്. പിന്നെ കുറേയധികം മിഷണന്മാർ വന്നിട്ടാണ്. അതുകൊണ്ട് ഇത് വലിയൊരു മൈഗ്രേഷൻ ഒരു പ്രശ്നമല്ല, ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ മൈഗ്രേഷനിൽ നമുക്ക് 1-2 ഡേഞ്ചേഴ്സ് ഡിസ്കസ് നല്ലതായിരിക്കും. എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ തുടങ്ങി വെച്ചിരുന്നത്
നമ്മുടെ ഈ കുട്ടികളെ അറിഞ്ഞ് അയക്കുക എന്നുള്ളത് അത് പേരൻസിൻ്റെ ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. നമ്മുടെ എല്ലാ കൂട്ടുകാരെല്ലാവരും പോകുന്നു, നാട്ടുകാരെല്ലാവരും പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കുട്ടിക്ക് അത്രയും ഇൻ്റലക്ച്വലി കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ അതിന് പറ്റുന്ന കോഴ്സുകളുണ്ടോ, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ആളാണോ എൻ്റെ കുട്ടി എന്നൊരു സാധനം ഉണ്ടല്ലോ. അതൊരു നമുക്ക് പേരൻ്റ് തന്നെ ചോദിച്ചു തുടങ്ങാം. നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് അവരുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റസിന് വേണ്ടിയല്ല, ശരിക്കും റിയാലിറ്റി ആയിട്ട് നോക്കിയിട്ടാണോ അവരുടെ കുഞ്ഞുങ്ങളുടെ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പം എൻ്റെ മക്കളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകളിലേക്ക് തന്നെയാണ് അവർ പോയിട്ടുള്ളത്. ആ രീതിയിൽ അവർ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് വളരാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സജ്ജന വിദേശത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു വലിയ ഫ്ലോ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് പോകുന്ന മജോറിറ്റി ആൾക്കാർ എത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുറേ പേർ നഷ്ടപ്പെട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ ചോദ്യം വളരെ വാലിഡാണല്ലോ അവിടെ. നമ്മൾ പലപ്പോഴും കുടുംബത്തിൻ്റെ സാമ്പത്തിക നില എത്രത്തോളം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് സാമ്പത്തികം, ഒരു വരുമാനത്തിന് ഉള്ളൊരു സാധ്യത എപ്പോഴും ചിന്തിക്കണം. ഇപ്പം നമ്മൾ ഒരു കുട്ടിയെ വിദേശത്ത് അയക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ അവിടെ പോയിട്ട് ഡോളറിൽ ഇന്ത്യൻ റുപ്പീസിലേക്ക് ഒരു 4-5 ലക്ഷം രൂപ മാസം വർദ്ധിപ്പിക്കുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 30 ലക്ഷം രൂപ പോലും 2 വർഷം കൊണ്ട് ഒരു റീപേയ്മെൻറ്റ് സാധ്യതയാണ് നമ്മളവിടെ കാണുന്നത്. സപ്പോസ് അത് വർക്കൗട്ടാതെ വന്നാലായിട്ട് നമുക്ക് ആ നഷ്ടം സഹിക്കാനായിട്ടുള്ള ബാക്കപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് വലിയ പ്രശ്നമില്ല. ഒരു ഹൗസ് എക്കോണമി കൃത്യമായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുട്ടി അത് സപ്പോസ് അത് വേണ്ട വിധം പഠിക്കാതെ, അല്ലെങ്കിൽ പഠിച്ചാലും അവിടെ ജോലി കിട്ടാതെ, ഈ പറയുന്ന നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു 4 ലക്ഷം രൂപയൊക്കെ മാസ ശമ്പളത്തിലേക്ക് അധികം താമസിയാതെ എത്തിപ്പെടുകയും 2-3 വർഷം കൊണ്ടൊക്കെ റീപേയ്മെൻറ്റ് സാധ്യമാക്കുന്നതിനെ കുറിച്ചാണ് അതാണ് നമ്മുടെ പ്ലാനിങ്. സപ്പോസ് ആ പ്ലാൻ ഫെയിലിയർ ആയാൽ നെക്സ്റ്റ് അടുത്ത പ്ലാൻ ബി എന്ന് പറയുന്ന സംഭവം നമുക്കുണ്ടായിരിക്കണം. അത് അബ്സോർബ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ നഷ്ടം സഹിച്ചുകൊണ്ടുള്ള സംഭവം നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് പറ്റുമെന്ന് പറഞ്ഞാൽ ആ കുടുംബം, സപ്പോസ് അത് ആ കുടുംബത്തിൻ്റെ അവർ താമസിക്കുന്ന വീട് തന്നെ പണയപ്പെടുത്തുകയോ വിറ്റിട്ടാണോ നമ്മൾ ആ 30 ലക്ഷം രൂപ റേസ് ചെയ്തിട്ടാണോ കുട്ടീനെ അയച്ചതെങ്കിൽ നമ്മൾ നാളെ വാടക വീട്ടിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ വരും. പിന്നീടുള്ള കുട്ടികളുടെ പഠനത്തിനെയും ബാക്കി എല്ലാത്തിനെയും ഇതുവരും ഇതിൻ്റെ വലിയൊരു ഭാരം ആ മുന്നേ പോയ ആ ലോൺ എടുത്ത ആ കുട്ടി, മൂത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടി അനുഭവിക്കേണ്ടിയും വരും. നീ കാരണമാണ്. അതെ. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മൾ വേണ്ട വിധം പഠിച്ചിട്ട് അത് സക്സസ്ഫുൾ ആയിട്ട് അത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്തൊരു ട്രെൻഡ് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇവിടെ തന്നെ ഞാൻ അങ്ങനെ ഒരു വിഭാഗത്തെ കണ്ടിട്ടുണ്ട്. നല്ല സാമ്പത്തിക നിലയുള്ള ആളുകൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവിടെ ഒരു 15 കോടി സ്വത്തുള്ള ഒരാൾ, ഒരു കുടുംബം, അവർക്ക് അത്യാവശ്യം നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ അടുത്ത തലമുറയെ ഏറ്റെടുക്കാനില്ലാതെ, അല്ലെങ്കിൽ അത് ഇന്ന് ആ ബിസിനസ് വേണ്ട വിധം സക്സസ്ഫുൾ അല്ല, പക്ഷേ അത്യാവശ്യം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീട്ടിലെ ഒരു കുട്ടിയേ ഉള്ളൂ എങ്കിൽ അവനെ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് കാനഡയിലേക്ക് അയക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നത് അവിടെ പോയിട്ട് നല്ല ശമ്പളത്തിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്, പഠിച്ചിട്ട് നല്ല ശമ്പളത്തിലാണ് വർക്ക് ചെയ്യുന്നതിന് ഓക്കെ, പിന്നെ നോക്കാം. ഞാൻ കാണുന്ന പലപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരു ഇതാണെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി ഇവിടെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഒരു മൂലധനം ഈ അപ്പന് കൊടുത്തുകൂടാ? ചേട്ടാ, അതിനകത്ത് നമ്മളെല്ലാവരും ചോദിക്കുമ്പോഴേക്കും എവിടെയാ, UK അല്ല എന്തെടുക്കുക എന്ന് ചോദിച്ചാലും എവിടെയെന്ന് ചോദിച്ചാലും രണ്ടിനും UK എന്നൊരു ഉത്തരവേ ഉള്ളൂ. അത് ആൻസറാണ് അവിടെ തന്നെ. ഇത് മിക്കവാറും സ്റ്റാറ്റസ് ആണ് ഈ കാര്യം. അല്ലാണ്ട് പ്രോഫിറ്റോ, അല്ലെങ്കിൽ കുഞ്ഞ് രക്ഷപ്പെടുന്നോ, അല്ലെങ്കിൽ സമ്പത്ത് വരുന്നതോ, അല്ലെങ്കിൽ ഭാവി രക്ഷപ്പെടുന്നതിനേക്കാളും. അതെ. അപ്പൊ ഞാൻ പറയുന്നത് നാട്ടുകാരുടെ മുമ്പിലേ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സ്റ്റാറ്റസ് ഊതിപ്പെരിപ്പിച്ച ഒരു സ്റ്റാറ്റസ് നിലനിർത്തുന്നത്. ഞാൻ പറയുന്നത് അതിനാണ് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. ഞാൻ പറയുന്നത് ഇത് ഭാവിയിലേക്കും കൂടി നമ്മൾ ചിന്തിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ആ ഒരു വ്യക്തി, ഒരു ധനികനായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഏകമാനം അവിടെ പോയി, അവൻ അവിടെ പച്ച പിടിച്ചു. സപ്പോസ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ അപ്പനും അമ്മയും ഇവിടെ സമ്പാദിച്ച സർവ്വ സ്വത്തും നാളെ ഈ കുട്ടി അവിടെ സെറ്റിലായി കഴിഞ്ഞിട്ട് ഈ കുട്ടി ഇതെല്ലാം വിൽക്കും. കാരണം അവനോ അവൻ്റെ അടുത്ത തലമുറ ഇവിടെ വരാൻ പോകുന്നില്ല. അപ്പോൾ ആ ഇടവകയിലെ ഒക്കെ ഒരു വലിയ തലമുറയാണ് അവിടെ ഇല്ലാതായി പോകുന്നത്. ഇനി ആ ഇടവകയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇടവകയിലെ ചില സോഷ്യൽ സർവീസ് ആക്ടിവിറ്റിക്ക് വേണ്ടി ഈ ധനികനായ വ്യക്തി അവിടെ സംഭാവന ചെയ്യുകയും സഹായിക്കുകയും ചെയ്തിരിക്കുന്ന ആളായിരിക്കാം. അപ്പം നാളെ അവിടെ ആ കുടുംബം എക്സിസ്റ്റ് ചെയ്താലാണ് അടുത്ത നമ്മുടെ സമൂഹത്തിൽ തന്നെ
പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരിലേക്ക് ആ വ്യക്തിയുടെ സഹായവും ഹെൽപ്പ് പോകാൻ കിട്ടണം. അടുത്ത തലമുറ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ കുടുംബം പിന്നെ ഇല്ല ശരിക്കും. അവൻ ആ വ്യക്തിയുടെ സ്വത്തുക്കളില്ല. ഇത് പല സമ്പന്നരായിട്ടുള്ള ആളുകളും ചിന്തിക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇടവക തലത്തിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള വലിയൊരു ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ആ മാതാപിതാക്കന്മാരോട് പറയണം, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഏൽപ്പിച്ചിട്ട് അവനെ ഒരു സാധനം സെറ്റ് ചെയ്തെടുക്കാൻ ഒന്ന് പരിശ്രമിക്കൂ. ഇപ്പം നമ്മൾ ഈ മതപരമായ കാര്യങ്ങളൊക്കെ എപ്പോഴും കലർത്താം. മൈഗ്രേഷൻ ബന്ധപ്പെട്ട് വേറൊരു കമ്മ്യൂണിറ്റി, സമൂഹം, ഒരു മതം ഇവിടെ വളർന്നു വരുന്നു, നമ്മുടെ മതം ഇവിടെ കുറഞ്ഞു പോകുന്നു. ഇതൊരു നമ്മുടെ തുടർച്ചയായ കാത്തലിക് സർക്കിളിലെ ടോക്കാണത്. പക്ഷേ എന്തുകൊണ്ട് അവരിവിടെ വളരുന്നു? അവരെ എല്ലാവരെയും, മക്കളെ എല്ലാവരെയും ചെറിയ തീരെ കുഞ്ഞ് ബിസിനസ് ആണെങ്കിൽ പോലും, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എത്ര ആക്രി കച്ചവടം നടത്തുന്ന കാത്തലിക്സ് ഉണ്ട്, ചെറിയ ജോലി ചെയ്യുന്ന കാത്തലിക്സ് ഉണ്ട്. പക്ഷേ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം ആ ഒരു ഏറ്റവും ചെറിയ ജോലിയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഉണ്ട്. നമ്മളിവിടെ സമൂഹം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ വീടുകൾ ചുമ്മാ കിടക്കുന്നു, അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്നു പറയുമ്പോഴും മറിച്ച് ഈ ഒരു പേരൻസ് മക്കളെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ ഒരു ചെറിയ ഇവിടുത്തെ ജീവിത ചുറ്റുപാടുകൾ ജീവിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല. ഞാൻ അടുത്ത ഇടയ്ക്ക് കണ്ട ഒരു വീഡിയോ ആണ്. ഇടുക്കിക്കാരിയായിട്ടൊരു പെൺകുട്ടി ചേർത്തലയിൽ വന്നിട്ട് ഒരു ബജ്ജിക്കട നടത്തിയിട്ട് ഒരു അച്ഛൻ കണ്ടു കാണും. ഓക്കെ, ആ കുട്ടി ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇവിടുന്ന് 60 രൂപ കിട്ടുന്നുണ്ട്. അതായത് 60,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. 60 രൂപ എന്ന് പറഞ്ഞാൽ 60,000 രൂപ ഒരു ചെറിയ കട എന്ന് പറഞ്ഞാൽ ഉന്തുവണ്ടി പോലത്തെ ഉള്ള ബജ്ജിക്കടയാണത്. നമുക്കറിയാം, ഞാൻ കഞ്ഞിക്കട നടത്തുന്ന ചേട്ടനോട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഞ്ഞിക്കട എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ബജ്ജിക്കട എന്ന് പറയുന്നത് നല്ലൊരു സെൻറ്റർ ആണെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരു കട എടുക്കേണ്ട, കടയുടെ വാടകയില്ല, നമ്മുടെ ഉന്തുവണ്ടിയിലാണ് സർവ്വ സംഭവം നടക്കുന്നത്. അപ്പോൾ 60,000 രൂപയെന്ന് പറയുന്നത് ഒരു രീതി പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ക്ലീൻ പ്രോഫിറ്റാണ്. ആ വ്യക്തിയുടെ അധ്വാനം അതിൻ്റെ അകത്തുണ്ട്, ബാക്കി ചിലവുകളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന കാര്യമാണ്. ഈ കുട്ടിയുടെ കാര്യം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി തുടങ്ങുന്നത്. അപ്പോൾ ആ കുട്ടി അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ചില പെട്ടിക്കട നടത്തുന്ന ആൾക്കാരൊക്കെ നമുക്ക് വലിയ വിലയില്ല, പക്ഷേ ആ മാസം ആ വീട്ടിലേക്ക് വരുന്നത് ആ വ്യക്തിക്ക് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് മണി ഫോക്കസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറേ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഡിഗ്രി ചെയ്യുന്നു എന്ന് ഡിഗ്രി പഠിച്ചതുമായി ബന്ധപ്പെട്ട തൊഴിലാണ് ചെയ്യുന്നത് ഒട്ടുമേ അല്ല. പലരും ഒരു ബന്ധമില്ലാത്ത തൊഴിലും ചെയ്യുന്നുണ്ട്. പിന്നെ പി ജി ചെയ്യുന്നു, പി ജിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാണോ ഇത്? ഒട്ടുമല്ല. നമ്മൾ പി ജി ചെയ്യുന്നു, ഡിഗ്രി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വേറെ എക്സ്ട്രാ കോഴ്സ് ചെയ്തിട്ട് ആ കോഴ്സിന് ജോബിലാണ് നമ്മൾ 6 മാസം കോഴ്സിന് ജോബിനാണ് വർക്കിന് കയറുന്നത്. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് പാരലായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അറിവാണ് പ്രധാനമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സർവ്വ സാധ്യതകളും ഉള്ള ഒരു കാലഘട്ടത്തിലേക്കാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്ക് മാസ ശമ്പളം, വരുമാനം, ആ ഫോക്കസാണ് ആ ഒരു വ്യക്തിക്ക് വേണ്ടത്. വിദ്യാഭ്യാസം ഞാൻ വില കുറച്ച് കാണുകയല്ല, ഞാൻ പറഞ്ഞ അറിവിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസം നിനക്ക് നല്ല ജോലി നേടിത്തരുമെങ്കിൽ, പക്ഷെ ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള ജോലിയല്ല നമ്മൾ ചെയ്യുന്നത് പലരും. അങ്ങനെയെങ്കിൽ എന്തിനെ അത് ഫുൾ ടൈമായിട്ട് ആ പഠനം നടത്തുന്നു, പകരം ആ സമയത്ത് നമ്മൾ വേറെ ജോലി ഫുൾ ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ട് പാർട്ട് ടൈമായിട്ട് പഠിച്ചുകൂടെ, ഓൺലൈനിൽ പഠിച്ചുകൂടെ എന്നുള്ള സാധ്യതയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ശരിക്കും സഭാപരമായിട്ടും വീട്ടിലും നമ്മുടെ ഇടവകയിലും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കഷൻ പോയിന്റ് ആക്കേണ്ട. നമ്മുടെ യുവജനങ്ങൾ ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ നാട്ടിൽ നിലനിർത്താനുള്ള വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം. നമ്മൾ ഇന്ന് കൂടുതലായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. എല്ലാവരും അയ്യോ പിള്ളേർ പോകുന്നു, നമ്മുടെ ജനസംഖ്യ കുറയുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടക്കരച്ചിലാണ്. ഈ കൂട്ടക്കരച്ചിൽ അൾട്ടിമേറ്റ്ലി എത്തുന്നത് നമ്മളൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അൾട്ടിമേറ്റ്ലി ഉണ്ടാക്കാൻ പോകുന്നത്. അത് എല്ലാവരിലും ഉണ്ട് ഈ ഡിപ്രഷൻ. പ്രശ്നമുണ്ട്. ഒന്ന് നല്ലതെല്ലാം പോകുന്നു പറയുമ്പോൾ ഇവിടെ നിൽക്കുന്നവരെല്ലാം മണ്ടന്മാരാന്ന് വെച്ചാൽ വലുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് വേറെ ചിന്ത ഓൾ ടുഗെദർ. അപ്പോൾ സാറിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് അവസാനിപ്പിക്കാം. വിദേശത്ത് പോകുന്ന കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അച്ഛനിങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ അവരെ നമ്മളെ എങ്ങനെ അതിനുവേണ്ടി നമുക്ക് ശരിയായ രീതിയിൽ ട്രെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു +2 കഴിഞ്ഞിട്ട് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി വിദേശത്ത് പോകുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് അവൻ എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അത് വലിയൊരു ക്രൈസിസിലോട്ടാണ് അവനെ എത്തിക്കുന്നത്. പിന്നെ സർവ്വ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ കാനഡയിലൊക്കെ ആണെങ്കിൽ അവിടെ മെറിജോന, കഞ്ചാവ് ലീഗലൈസ് ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ പാർട്ടിങ്ങും അങ്ങനത്തെ അതിനെല്ലാം. അപ്പം ലൈഫിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം ചിലപ്പം ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിച്ച് അങ്ങനെ അങ്ങ് പോകുമ്പോഴത്തേക്കും ആ ദിശാബോധം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇതാണ് അൾട്ടിമേറ്റം എന്നൊരു ഇതിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വിവാഹം. അപ്പോൾ അതും ആ റെസ്പോൺസിബിലിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും
അവിടെയെല്ലാം അതെല്ലാം കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന ഒരു ആ ധാർമ്മികത കോംപ്രമൈസ് ചെയ്യുമ്പോഴത്തേക്കും ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കാൻ പലർക്കും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടുചെന്നുണ്ട്. ഉറപ്പായിട്ടും. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ സഭ ഇപ്പോൾ വിവാഹത്തിന് മുൻപായിട്ടൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട്, അത് കമ്പൽസറി ആക്കിയിട്ടുമുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ വിദേശത്ത് ഉള്ള ആൾക്കാരെക്കുറിച്ച് ഇപ്പോൾ സഭയാണെങ്കിൽ ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് സഭയ്ക്ക് വളരെ നല്ലപോലെ അറിയാൻ സാധിക്കും. അപ്പോൾ അവരെ നല്ലൊരു ദിശാബോധം എങ്ങനെ അവരുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. കാരണം ഒന്ന്, നമ്മുടെ കുട്ടികൾ സഭയിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ സഭ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ ഉണ്ട്. നമ്മൾ അവരോട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന പ്രശ്നമുണ്ട്. നമ്മൾ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ പള്ളിയിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇവിടെ തന്നെ പള്ളി എൻ്റെ വീടാണ്, അമ്മയാണെന്നൊരു ചിന്ത, എനിക്ക് അങ്ങോട്ടൊരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടില്ലായിരിക്കാം. രണ്ട്, അവിടെ വിദേശത്തേക്ക് പോയിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പോൾ 6 ജോൺ 21 മാർപ്പാപ്പ പറഞ്ഞത്, സഭയിലേക്ക് പള്ളിയിലേക്ക് ആൾ വന്നില്ലെങ്കിൽ ആളുകളെ നോക്കി പള്ളി പോകണം, അപ്പോൾ അത് പള്ളിയായി മാറുമെന്ന്. അതെ, ഇതൊക്കെ ഭയങ്കര ദീർഘവീക്ഷണത്തോടെ 10-50 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും റെലവൻ്റ് ആയ കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഒന്ന്, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുണ്ട്. നമ്മൾ പറയുന്ന പുണ്യങ്ങളും നമ്മൾ പറയുന്ന റോൾ മോഡൽസും എല്ലാം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. രണ്ട്, നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആയിരുന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പിള്ളേർ വരുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ശരിക്കും സഭയെപ്പോലെ ഇത്രയും മനോഹരമായ സിസ്റ്റം ഉണ്ടായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയി നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ വിലപിക്കുന്നതിനും കാര്യമില്ല. പക്ഷേ ഇത് പറയുമ്പോഴും ദയവ് ചെയ്ത് വിദേശത്ത് ജീവിക്കുന്ന ഇവിടുന്ന് കഷ്ടപ്പെട്ട് പോയി സ്വപ്നങ്ങളുമായിട്ട് പോയ കുഞ്ഞുങ്ങൾ ആരും നിങ്ങൾ കുറ്റം പറയാൻ വിചാരിക്കരുത്, നിങ്ങൾ മോശക്കാരെന്ന് പറഞ്ഞ് വിചാരിക്കരുത്, അല്ലെങ്കിൽ അവിടെയുള്ളവരെല്ലാം ധാർമ്മികത, അങ്ങനെയൊന്നും അല്ല. ഇവിടുന്ന് പോയി കഷ്ടപ്പെട്ട് കുടുംബത്തെ ഓർത്തും ജീവിതത്തെ ഓർത്തും ആത്മീയമായിട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് നല്ല മിഷണറിമാരുണ്ട്. എല്ലാവരുടെയും വിളി, മാമോദീസ സ്വീകരിച്ച എല്ലാവരുടെയും വിളി മിഷണറി ആവുന്നുള്ളതാണ്. ഇനി മൈഗ്രേഷനോട് ബന്ധപ്പെട്ട് ഒരു അവസാന പോയിന്റ് പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഞാൻ അടുത്തിടെ ഒരു പള്ളിയിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചു. യുവജനങ്ങളായിരുന്നു. അത് ഏറ്റവും സീനിയർ കാറ്റഗറി, +2 വരെയുള്ള പിള്ളേരാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പഠിക്കാൻ പോകുന്നു? കുറേ ആൾക്കാർ പറഞ്ഞു ജർമ്മനിക്ക് പോകാൻ പോകുന്നു. കുറേ ആൾക്കാർ. ഞാനതൊന്ന് ചോദിച്ചു, നിങ്ങൾ ജർമ്മനിക്ക് പോകാൻ എവിടെ നിന്നാണ് തീരുമാനം എടുത്തത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സ്കൂളിൽ ഒരു അക്കാഡമിക്കാർ വന്നു, ഏജൻസിക്കാർ വന്നു, ഞങ്ങളുടെ റിലേറ്റീവ്സ് അവിടെയുണ്ട്, ഫ്രണ്ട്സ് അവിടെയുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഈശോയോട് ചോദിച്ചോ? ആരെങ്കിലും ഈശോയ്ക്കൊരു സ്വപ്നം, നമ്മൾ അങ്ങനെയൊക്കെ ആണല്ലോ കുഞ്ഞാൾ മുതൽ ബൈബിൾ പറഞ്ഞ് പഠിക്കുന്നത്. നിന്നെപ്പറ്റി എനിക്കൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനും സുസ്ഥിതിക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. നീ ഒരിക്കലെങ്കിലും ചോദിച്ചോ ഈശോയോട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? അപ്പോൾ ഒരു 99.9%, 100% ആൾക്കാർ പറഞ്ഞു ഇല്ല. എന്നുവെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ കുടുംബം ഒരുമിച്ചോ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഇത് തന്നെയാണോ? ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പെട്ടെന്ന് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുറേ നേരം അതിനെപ്പറ്റി തന്നെ സംസാരിച്ച് ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ ജർമ്മനിക്ക് പോകുന്നില്ല. ഇത് റിയലായിട്ട് സംഭവിച്ചത്. കാരണം എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്, അത് എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു, ദൈവത്തിൻ്റെ ആഗ്രഹം തോന്നുന്നില്ല. ഞാൻ എല്ലാവരും പോകാൻ തീരുമാനിച്ചു, ഞാനും പോകാൻ തീരുമാനിച്ചു, പൈസ മുടക്കാൻ തീരുമാനിച്ചു, അത് മുടക്കിയിട്ടില്ല ഭാഗ്യം, ഞാൻ പോകുന്നില്ല, ഞാൻ കുറച്ചാൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് കോൾഡ് ഡിസേൺമെൻറ്റ് ഇൻ ഡെയിലി ലൈഫ്. എനിക്ക് ആഗ്രഹം എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കുടുംബം ഒന്നിച്ചും കുട്ടികളൊക്കെ ഒറ്റക്കൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങട്ടെ. ദൈവത്തോട് കുഞ്ഞിലെ മുതൽ മാതാപിതാക്കൾ, ഞാൻ അടുത്തൊരു വീട് പോയപ്പോഴത്തേക്ക് ഞാനും വേറൊരു കൂട്ടുകാരനോട് പോയതാണ്. അപ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടി 20 കഴിഞ്ഞ് നിൽക്കുന്നത്. അവൾ ചോദിച്ചു, നീ എന്ത് പഠിക്കാൻ പോവുകയാണ്? അവൾ പറഞ്ഞു, PG പഠിക്കാൻ പോവുകയാണ്. എവിടെയാണ്? അടുത്തൊരു കോളേജിൽ. അപ്പോൾ എൻ്റെ കൂട്ടിരുന്ന ആൾ ചോദിച്ചു, നീ വിദേശത്ത് പോകുന്നില്ല, വിദേശത്ത് പോകണല്ലോ, നീ ആരോട് എന്താ ഇവിടെ പോകുന്നത് ചോദിച്ചു? ഈ കോളേജിൽ. അപ്പോൾ പറഞ്ഞു, ഈശോ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. ആര് പറഞ്ഞിട്ട്? ഈശോ പറഞ്ഞിട്ടാണ്. എൻ്റെ കൂടെ നാളെ വായും പിടിച്ചിരിക്കും, എവിടെ, ആര്, എപ്പോൾ, ഈശോയോ? ആ പിള്ളേർ കുഞ്ഞിലെ മുതൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പേരൻസ് എല്ലാവരും പ്രാർത്ഥിച്ച് ദിവസങ്ങളോട് ഉപവസിച്ചൊക്കെ ഒരു വളരെ വ്യത്യസ്തമായ ദൈവം നമ്മൾ ഉറപ്പായിട്ട് സംസാരിക്കും പല വിധത്തിലൂടെ. ബൈബിളിലൂടെ ആവാം, വ്യക്തികളിലൂടെ ആവാം, നിങ്ങളോട് തന്നെ ആവാം, വ്യക്തിപരമായ പ്രാർത്ഥനകളിലാവാം. ദൈവത്തിന് കൃത്യമായിട്ടൊരു പദ്ധതിയുണ്ട്. ദൈവം ഇത് വിദേശത്തേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നവരും വ്യക്തികളും കുടുംബങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കും, കുറച്ച് സമയം കൊടുക്കുക, ദൈവത്തിൻ്റെ ഹിതം എന്നാന്ന് അറിയേ, എന്നിട്ട് നിങ്ങൾ യാത്ര ചെയ്യുക. അപ്പോൾ അത് ദൈവത്തിൻ്റെ കൂടി യാത്രയായി മാറും. നിങ്ങളുടെ യാത്രകൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഈ ചെറിയ എപ്പിസോഡിലൂടെ പൂർത്തിയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചൊരു മൈഗ്രേഷനൊക്കെ വേണ്ടി തയ്യാറായിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും, കപ്പിൾസൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പോകുന്ന എല്ലാ കുടുംബങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനായി കാത്തിരിക്കുന്നവരെയും അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നവരെയും വിദേശമായി കഷ്ടപ്പെടുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ കരുണ തോന്നണമേ. ഈ കുഞ്ഞുങ്ങളെല്ലാം കരുണ തോന്നണമേ. വിദേശത്തൊക്കെ പോയി നഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒത്തിരി സ്ട്രഗിൾ ചെയ്തും ഡിപ്രഷനിലൊക്കെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായ പരാധീനതകൾ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കരുണ തോന്നണമേ. നിൻ്റെ ഹിതം മനസ്സിലാക്കാൻ അവരെ സഹായിക്കണമേ. അതിന് മാതാപിതാക്കളെ നന്നായിട്ട് ഒരുക്കണമേ. ഞങ്ങളുടെ സഭയുടെ ഈ സിസ്റ്റത്തെ മുഴുവൻ നല്ല റിന്യൂവലിലേക്ക് കൊണ്ടുവരണമേ. ദൈവാനുഭവത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കൃപ തരണമേ.
നിന്നെ കേട്ട് നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ഒരു തലമുറ ഉണ്ടാവട്ടെ. അങ്ങനെ ഈ മൈഗ്രേഷനിലൂടെ ലോകം മുഴുവൻ നിന്നെ അറിയട്ടെ. ഞങ്ങളെല്ലാവരും മിഷണറിമാരാണെന്നും ഞങ്ങൾ ജീവിക്കുന്ന സഞ്ചരിക്കുന്ന സുവിശേഷങ്ങളായി തീരുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. അമ്മേ മാതാവേ, സഞ്ചരിച്ച സുവിശേഷമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്